എന്താ സാവകാശത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് GSKയുടെ ക്ലാസ്സുകൾ, ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും മലയാളത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ബുധനാഴ്ചകളിലുള്ള ഹോമിയോപ്പതി മാസ്റ്ററി, ഞായറാഴ്ചകളിലുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം നടക്കുന്നുണ്ട്. പേഴ്സണലി എനിക്കുണ്ടായ ഒരു അസൗകര്യമല്ല, പേഴ്സണലി ഉണ്ടായ ചില തിരക്കുകൾ മൂലമാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. പക്ഷെ നമുക്ക് വീണ്ടും സംസാരിക്കാം, ഇന്ന് വീണ്ടും നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മളുടെ ഗുരുക്കന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ അറിവ് പകർന്നു തന്ന ഡോക്ടർ റൈക്കെ ഗിയേഡ് ഹാമർ, അതിനോടൊപ്പം ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ഈ ഡോക്ടറായ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ നമുക്ക് ഹോമിയോപ്പതി പകർന്നു നൽകിയ ഡോക്ടർ സാമുവൽ ഹനിമാൻ, ഈ ലെജൻസിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് തുടങ്ങാം. നമ്മൾ പതിവ് പോലെ തന്നെ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് 5 ജൈവിക നിയമങ്ങളെ പറ്റിയും അതിനുശേഷം ഇപ്പോൾ ഓരോ അവയവങ്ങളെ പറ്റി, അവയവത്തിലുള്ള രോഗങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും തന്നെ സംസാരിക്കുന്നത് 5 നിയമങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ രോഗങ്ങളുടെ എറ്റിയോളജിയെ പറ്റി പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പലപ്പോഴും പറയാൻ സാധ്യമല്ലായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ GSK വിശദീകരിച്ചിരിക്കുകയാണ്. അതായത് ഹോമിയോപ്പതിയിലെ ഒരു മിസ്സിംഗ് ലിങ്ക് ആണ് GSK. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്? ഒരു എക്കോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കേക്കാം സാറേ. കേൾക്കാം. ചിലപ്പോൾ എന്റെ കുഴപ്പമായിരിക്കും അതിവിടെ. ഇയർഫോണിലൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സജഷൻ ശശി ഡോക്ടറെ. അന്നേരം ഈ വെളിയിലുള്ള ശബ്ദവും കൂടെ പുറത്തു വരും, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ നമുക്ക് സാധാരണ GSK അറിവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ജൈവിക നിയമങ്ങൾ, ഈ 5 നിയമങ്ങൾ നമ്മൾ എപ്പോഴും ഏത് രോഗത്തിനും, പക്ഷെ GSK ഏത് അവസരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന്, ആക്സിഡന്റിൽ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പോയിസണിങ്ങിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ട്രോമ, ആക്സിഡന്റ്, പോയിസണിങ്, ഈ 2 സ്വാഭാവികമായ കാര്യങ്ങൾ, അത് സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്കാർസിറ്റി അല്ലെങ്കിൽ ദാരിദ്ര്യം, അതല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിൽ കൊണ്ട്, ഈ 3 അവസരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ അവസരത്തിലും ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ ഈ 5 നിയമങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണുള്ളത്. നമുക്കൊരു ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഇപ്പൊ ഡോക്ടർ പങ്കജ വൈദ്യ സംസാരിച്ച പോലെ ഒത്തിരി കുഴപ്പമാണ് എന്നാണ് എല്ലാവരും തന്നെ പറയുക. അങ്ങനത്തെ 2 കുഴപ്പത്തിന്റെ ഒരു കേസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പൊ ആ ആശയങ്ങൾക്ക് മുമ്പായിട്ട് നമുക്ക് ആ 5 നിയമങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, ജീവിത സംഘർഷങ്ങൾ ഓർ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. എല്ലാവരും GSK പഠിക്കുമ്പോൾ അല്ലെ GSK അറിയുമ്പോൾ ചോദിക്കുന്ന ഒരു ഒറ്റ വാക്കാണ്, ഇതിന്റെ കോൺഫ്ലിക്റ്റ് എന്താണ്, ഇതിന്റെ കോൺഫ്ലിക്റ്റ് എന്താണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുക മാത്രമല്ല GSK ഉള്ളത്. GSKയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ജീവിത സംഘർഷങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് ഓഫ് ഡിസീസ്, അതായത് 2ാമത്തെ നിയമം, 2 ഫേസ്, രോഗത്തിന് 2 ഫേസുകളുണ്ട്, അതായത് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നൊരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ സജീവമായ രോഗത്തിന്റെ ഒരു ഘട്ടം. പിന്നെ എന്നുള്ളത് ഒരു ഹീലിംഗ് ഫേസ് അല്ലെങ്കിൽ സൗഖ്യത്തിന്റെ ഒരു ഘട്ടം. അതിൽ ഈ സൗഖ്യത്തിന്റെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് സാധാരണഗതിയിലുള്ള രോഗികളെല്ലാം തന്നെ ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്.
അതിനാൽ തന്നെ ഏത് തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ കൊണ്ടും, അതായത് ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ കൊണ്ടും പലപ്പോഴും രോഗങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഡോക്ടർമാരും അതല്ലെങ്കിൽ ഓരോ വ്യക്തികളും, ചികിത്സാ മേഖലയിലുള്ള പല വ്യക്തികൾക്കും അവർക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹോമിയോപ്പതി ചികിത്സകളിൽ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ടിഞ്ചർ കൊടുക്കുന്നു, ഞാൻ സിംഗിൾ മെഡിസിൻ കൊടുക്കുന്നു, ഞാൻ മൾട്ടിപ്പിൾ മെഡിസിൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കോമ്പിനേഷൻ മെഡിസിൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പേറ്റന്റ് ഐസം കൊടുക്കുന്നു. എല്ലാവർക്കും ക്യൂർ ഉണ്ടല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ ആ ക്യൂറിന്റെ പിന്നിലുള്ള ആ തത്വം, അല്ലെങ്കിൽ ക്യൂറിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്ന ഇതാണ്, നമ്മുടെ എല്ലാ വ്യക്തികളിലും ആ രണ്ട് ഘട്ടങ്ങൾ, കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് അതല്ലെങ്കിൽ സജീവമായ രോഗത്തിന്റെ ഘട്ടങ്ങൾ, അത് രണ്ടാമത്തെ ഫേസായ ആ ഹീലിംഗ് ഫേസ്. ഈ ഹീലിംഗ് ഫേസിൽ എത്തുമ്പോഴാണ് നമുക്ക് എളുപ്പമുണ്ടാവുക. പക്ഷെ രോഗത്തിന്റെ സിംറ്റംസും ഹീലിംഗ് ഫേസിലാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിയമമാണ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ജൈവിക ജീവിത സംഘർഷങ്ങൾ. ഈ ജീവിത സംഘർഷങ്ങളെ പറ്റി നമുക്ക് കുറച്ചു സംസാരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഈ ജീവിത സംഘർഷങ്ങൾ എന്ന ഈ ആശയം ഡോക്ടർ റൈക്കെ ജിയേഡ് ഹാമർ, ഡോക്ടർ ഹാമർ കണ്ടെത്തുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ടെസ്റ്റിസിൽ ഒരു ടെറട്ടോമ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ക്യാൻസർ ഉണ്ടായപ്പോഴാണ്. അദ്ദേഹത്തിന്റെ മകന്റെ അപ്രതീക്ഷിതമായ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു രോഗാവസ്ഥയുണ്ടാവുകയും ആ രോഗാവസ്ഥയും അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷവുമായി ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഈ ചികിത്സാ ശാസ്ത്രം തന്നെ കണ്ടുപിടിക്കപ്പെട്ടത്. തുടക്കത്തിൽ ഈ ആദ്യത്തെ ജീവിത സംഘർഷത്തിനെ വിളിച്ചിരുന്നത് ദ അയൺ റൂൾ ഓഫ് ക്യാൻസർ എന്നായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ റൂൾ, ഇരുമ്പ് നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ക്യാൻസറുകൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ഡോക്ടർ ഹാമർ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഈ രീതിയിൽ മാത്രമേ ക്യാൻസറുകൾ ഉണ്ടാവുള്ളൂ, ക്യാൻസറുകൾ മാത്രം. അപ്പോൾ ക്യാൻസറുകളെ പറ്റി മാത്രം ഒരു പേപ്പറുകൾ പ്രസന്റ് ചെയ്തു. ആ പേപ്പർ പ്രസന്റേഷന് ശേഷം അയൺ റൂൾ ഓഫ് ക്യാൻസർ, അതിന് 3 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ആ ക്രൈറ്റീരിയകളെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഹാമർ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും ഈ ബയോളജിക്കൽ കൺഫ്ലിക്റ്റുകളിലാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ക്യാൻസർ ഇക്വിവലന്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ പോലെയുള്ള രോഗങ്ങൾ എന്ന പല പല കാര്യങ്ങളിലും പേരിട്ട് വിളിച്ചു. ക്യാൻസർ ഇക്വിവലന്റ് ഡിസീസ്. ഈ നിയമങ്ങൾ അദ്ദേഹത്തിന്റെ 35 വർഷത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം അസന്നിഗ്ധമായിട്ട് ഒരു വിധത്തിലുള്ള മാറ്റത്തിനും വഴിപ്പെടാതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഇത് ഇങ്ങനെ മാത്രമേ നടക്കുകയുള്ളൂ, അത്ര അബ്സല്യൂട്ട് ആയിട്ടാണ് അദ്ദേഹം കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, ഇപ്പൊ അലർജി ആയിട്ട് വരുമ്പോൾ ഓരോ രോഗികൾ വരുമ്പോൾ നമ്മൾ പറയും അലർജിക്ക് കാരണം ഭക്ഷണത്തിന്റെ ആകാം, അതല്ലെങ്കിൽ കാലാവസ്ഥയുടെ ആകാം, തണുപ്പിന്റെ ആകാം, പൊടിയുടെ ആകാം. അതായത് ഹൈപ്പോത്തിസിസ്. ക്യാൻസറുകൾക്ക് അതല്ലെങ്കിൽ ഓരോ എറ്റിയോളജികൾക്കും, ഓരോ രോഗങ്ങളുടെ പിന്നിലുള്ള ബയോളജിക്കൽ പ്രോഗ്രാമിന്റെ പിന്നിൽ ഓരോ എറ്റിയോളജി, ഇതാകാം, ഇതല്ലാതാകാം, അങ്ങനെയാകാം, ഇങ്ങനെയാകാം. പക്ഷെ ഡോക്ടർ ഹാമർ അങ്ങനെ ഒരു വാക്കേ ഇല്ല. ഇതിങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഇതുകൊണ്ട് മാത്രമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. 100%. അത് നമുക്ക് ഈ GSK പഠനത്തിൽ കൂടി നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ രോഗികളിലും 100% നമുക്കത് കണ്ടെത്താൻ കഴിയാറുണ്ട്. പല രോഗികളിലും വർഷങ്ങൾക്ക് ശേഷം 10 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ ട്രാക്കുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലും മറന്നുപോയി അവരെങ്ങനെയാണ് രോഗിയായത്, അതല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാംസിന് ഇരയായത് എന്ന് മറന്നതിന് ശേഷവും നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതായിരുന്നു പ്രോബ്ലം എന്ന്. അപ്പോൾ ഈ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റുകൾ അതല്ലെങ്കിൽ ഒന്നാമത്തെ ജൈവിക നിയമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ള ജൈവിക നിയമങ്ങളും. ഈ ഒന്നാമത്തെ ജൈവിക നിയമങ്ങളിലാണ് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ജീവഭയം ഉള്ളത്. ജീവഭയം
അതായത് ജീവഭയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിയർ. അപ്പൊ ശ്വാസകോശ സംബന്ധമായിട്ടുണ്ടാകുന്ന ജീവഭയം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിനെ പറ്റിയുള്ള ഒരു വളരെ വിശദമായ കാര്യമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് അടുത്ത 3 നിയമങ്ങളെ പറ്റിയെങ്കിലും ഒന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ടുള്ള ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തി യാതൊരു മുൻകരുതലും ഇല്ലാത്ത സമയത്ത് ഒറ്റപ്പെട്ട് അയാൾക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഘർഷം. ആ സംഘർഷത്തിന്റെ ഫലമായിട്ട് രോഗമുണ്ടാകുന്നു. ഈ സംഘർഷം ബാധിക്കുന്നത് ശരീരത്തിൽ മാത്രമല്ല, സൈക്ക്, ബ്രെയിൻ ഓർഗൻ. GSKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ രോഗം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഉണ്ടാകുന്നത്, അത് സൈക്കിലും ബ്രെയിനിലും ഓർഗനിൽ അവയവങ്ങളിലാണ്. നമ്മൾ സാധാരണഗതിയിൽ അവയവങ്ങൾക്കിടെ രോഗങ്ങളാണ്. മറ്റൊരു രാജ്യമായിട്ട് സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറയുമെങ്കിലും രോഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അവയവത്തിന്, അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ്, അല്ലെങ്കിൽ ന്യൂമോണൈറ്റിസ്, അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ്, ട്രക്കിയൈറ്റിസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ മാത്രമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ അവയവത്തിൽ എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മളെന്നല്ല, ഡോക്ടേഴ്സ് ചിന്തിക്കുന്നില്ല. ഈ അവയവത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാകണമെങ്കിൽ അവയവത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണ കേന്ദ്രമുണ്ട്, അത് ബ്രെയിൻ ആണ്. ബ്രെയിൻ അറിയാതെ, ഒരു കമ്പ്യൂട്ടറിലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അറിയാതെ ഒന്നും നടക്കില്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ അറിയാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ആ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത് സൈക്കാണ്. സൈക്ക് എന്ന് പറയുന്നത് നമ്മൾ മനസ്സല്ല. എല്ലാവരും ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. എന്താണ് സൈക്ക് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സൈക്ക് എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു ബോധം എന്നാണ് നമുക്ക് മലയാളത്തിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു വാക്ക് പറയാറുണ്ട്. ബോധമാണ് സൈക്ക്. ഈ നമ്മളുടെ ഒരു വ്യക്തി ഏത് സാഹചര്യം, ഇപ്പം ഒരു 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 വീട്ടിൽ തന്നെ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെയും 10 തരത്തിലുള്ള ബോധമായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി വളർന്നു വന്ന സാഹചര്യങ്ങൾ, അയാൾ പഠിക്കുന്ന സാഹചര്യങ്ങൾ, അയാളുടെ സാഹചര്യങ്ങളോടുള്ള അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോടുള്ള അല്ലെങ്കിൽ വിപരീത സാഹചര്യങ്ങളുള്ള റെസ്പോൺസ്, ഇതിനെയെല്ലാം ആസ്പദമാക്കി അയാളുടെ സൈക്കിൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റ് അഥവാ സംഘർഷങ്ങൾ ബാധിക്കുന്നത് എപ്പോഴും ഒരു അവയവത്തിൽ മാത്രമല്ല, ബ്രെയിനിൽ മാത്രമല്ല, സൈക്കിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു അലർജിയുമായിട്ട് വന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതല്ലെങ്കിൽ ഒരു റെക്ടൽ ക്യാൻസർ, അതല്ലെങ്കിൽ ഒരു ടോൺസിലൈറ്റിസ്, അതല്ലെങ്കിൽ ഒരു നേസൽ മ്യൂക്കോസ പ്രോഗ്രാം, അതല്ലെങ്കിൽ ഒരു ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ ശരീരത്തിലുണ്ടാകുന്ന വിറ്റിലഗോ അല്ലെങ്കിൽ ഒരു എക്സിമ, അതല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള ഏത് തരത്തിൽപ്പെട്ട രോഗങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു കൺട്രോളിങ് സെന്ററായ ബ്രെയിനിൽ, കറസ്പോണ്ടിങ് കൺട്രോൾ സെന്ററായ ബ്രെയിനിലും അതുപോലെ തന്നെ സൈക്കിലും എഫക്റ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഘടകം, പല ആൾക്കാരും പറയും ഞാൻ വളരെ ഹെൽത്തിയാണ്, ആ വ്യക്തി വളരെ സ്ട്രോങ് ആയ വ്യക്തിയാണ്, പക്ഷെ അയാൾക്ക് രോഗം ലിവറിനാണ്. അപ്പോൾ അതിനർത്ഥം ലിവറിന് മാത്രമായിട്ടൊരു രോഗം ഉണ്ടാകുന്നില്ല, മറിച്ച് ലിവറിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലും കൂടി ഒരു പ്രോബ്ലം ഉണ്ട്. അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സൈക്കിക് കോൺഫ്ലിക്റ്റും കൂടിയുണ്ട്. ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഏത് വ്യക്തിക്കും തൊലിപ്പുറത്തൊരു രോഗമുണ്ടാകുമ്പോൾ, അല്ലെ തൊണ്ടയ്ക്കൊരു രോഗമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വയറ്റിലൊരു രോഗമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്ലുണ്ടാകുമ്പോൾ, കിഡ്നിയിലൊരു കല്ലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പിത്താശയത്തിലൊരു കല്ലുണ്ടാകുമ്പോൾ, അതിനെല്ലാം ആനുപാതികമായിട്ട് നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് ടെൻഷനും കൊണ്ടാണ്. പക്ഷെ ടെൻഷൻ എന്നുള്ള വാക്ക് കറക്റ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ ബ്രോഡായ ഒരു വാക്കാണ്. നമ്മൾ GSK പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, ഇപ്പം റക്തത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ പൈൽസിലുണ്ടാകുന്ന ഒരു പ്രശ്നം. ഒരാൾക്കൊരു പൈൽസിന് റെക്ടൽ മ്യൂക്കോസയിൽ ഒരു പ്രോബ്ലം ഉണ്ടാകണമെങ്കിൽ അത് സ്ത്രീകളിൽ ഒരു ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ്,
ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് എന്നത് അതല്ലെങ്കിൽ പുരുഷന്മാരിൽ ഒരു ടെറിട്ടോറിയൽ ത്രെട്ട് എന്ന ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകാതെ അവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് ഈ പ്രോബ്ലം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പം ഇതാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ് എന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്നു. അദ്ദേഹം 3 ദിവസം മുമ്പ് വന്നാണ്. ഇപ്പൊ ഈ കോൺഫ്ലിക്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ജോലി മിലിറ്ററിയിൽ ഒരു എഞ്ചിനീയർ ആണ്. മിലിറ്ററി എഞ്ചിനീയർ ഹിമാചൽ പ്രദേശിലാണ് ജോലി. അദ്ദേഹത്തിന് പൈൽസ് ആണ് രോഗം. അപ്പൊ പൈൽസ് ആയിട്ട് രോഗമായിട്ട് വന്നു. നാട്ടിൽ പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടിൽ കേരളത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ല. തിരിച്ച് ജോലി സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ പ്രശ്നമുണ്ട്. അപ്പം അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ ടെറിട്ടോറിയൽ ത്രെട്ട്, അയാളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അയാൾക്ക് ഇത് നാളുകളായിട്ടുണ്ട്. ഞാൻ ഒറ്റ കൺസൾട്ടേഷൻ മാത്രമേ കഴിഞ്ഞ ദിവസം നടത്തിയുള്ളൂ. പക്ഷെ അയാൾക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആദ്യത്തെ നിയമമായ ദ കോൺഫ്ലിക്റ്റ്. രണ്ടാമത്തെ നിയമം രണ്ട് ബൈ ഫേസ്, ടു ഫേസ് ഓഫ് ഡിസീസ്, കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആൻഡ് ഹീലിംഗ് ഫേസ്. ഈ രണ്ട്. മൂന്നാമത്തേതാണ് ദ ജേം ലെയർ, ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയർ. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ സെല്ലുകളും ഉണ്ടായിരിക്കുന്നത് നമുക്ക് വിത്തുകോശങ്ങളിൽ നിന്നാണ്. ആകെപ്പാടെ 3 തരത്തിലുള്ള വിത്തുകോശമേ ശരീരത്തിലുള്ളൂ. ഒന്ന്, ഈ ഒരു പ്രശ്നത്തിലാണ് മെഡിക്കൽ ഡോക്ടർമാരല്ലാത്ത ആൾക്കാർ പലപ്പോഴും ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം ഈ വിത്തുകോശങ്ങളെ പറ്റിയാണ് ഏറ്റവും വലിയൊരു സംശയം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത് അത്ര വലിയ തകരാറുണ്ടാക്കുന്നതല്ല. നമ്മളുടെ ശരീരത്തിൽ ഒരു കുട്ടി രൂപപ്പെട്ടു വരുമ്പോൾ, ഒരു അമ്മയുടെ ഉദരത്തിൽ കുട്ടി സൈഗോട്ടായിട്ട് രൂപപ്പെട്ടു വരുമ്പോൾ, ഒരു സെല്ല് ഉണ്ടാകുമ്പോൾ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള സൈഗോട്ടും സ്പേംസും കൂടി ചേർന്ന് ഒരു സൈഗോട്ട് രൂപീകരിച്ച് വന്നു കഴിഞ്ഞ് അതിനകത്ത് തുടക്കത്തിലുണ്ടാകുന്ന 3 തരത്തിലുള്ള സെല്ലുകളാണ് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. ജെർമിനൽ ലെയറുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ 3 തരത്തിലുള്ള ജെർമിനൽ ലെയറുകളിൽ നിന്നുണ്ടായ വിത്തുകോശങ്ങളിൽ നിന്നുണ്ടായ അവയവങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ളൂ, വേറൊന്നുമില്ല. ഈ 3 എണ്ണവും രോഗത്തിന്റെ പ്രത്യേക അവസരങ്ങളിൽ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ ശരീരത്തിൽ അതിന്റെ പ്രകടനമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഒരു വിത്തുകോശം ഒരു രീതിയിൽ പ്രകടിപ്പിക്കുമ്പോൾ, ശരീരത്തിൽ ആ മാറ്റങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ എൻഡോഡേമിൽ മറ്റൊരു രീതിയിലാണ് ഉണ്ടാകുക, മീസോഡേമിൽ മറ്റൊരു രീതിയിലാണ് ഉണ്ടാകുക. അപ്പൊ ശരീരത്തിലാകെ 3 ലെയറുകൾ അഥവാ 3 വിത്തുകോശങ്ങളേ ഉള്ളൂ. ഇതാണ് മൂന്നാമത്തെ ജൈവിക നിയമം. അത് എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. അപ്പോൾ ശരീരത്തിൽ ഈ മീസോഡേമിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഓൾഡ് മീസോഡേം ആൻഡ് ന്യൂ മീസോഡേം. ഈ വക ക്ലാസ്സിനെ പറ്റിയൊക്കെ ഡോക്ടർ വർഗീസ് വളരെ വിശദമായിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എക്ടോഡേമിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ചേഞ്ചസ്. അത് എൻഡോഡേമിൽ വേറൊരു രീതിയിലായിരിക്കും. ഇപ്പൊ എൻഡോഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള മ്യൂക്കസ് മെമ്പറൈൻ, വായ്ക്കുള്ളിൽ നിന്നും വയറ്റിലേക്ക് പോയി, അതല്ലെങ്കിൽ ഉള്ളിലുള്ള ട്യൂബ്, നമ്മളെ ഒരു ഡബിൾ ട്യൂബായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പുറം എക്ടോഡേം, അകം എൻഡോഡേം, ഇടയ്ക്ക് സംയോജക കലവാൽ അഥവാ മീസോഡേം. അതിൽ എൻഡോഡേമിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എപ്പോഴും സെൽ പ്രോലിഫറേഷൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ മുഴകൾ ഉണ്ടാവും. ശരീരത്തിൽ മുഴകൾ ഉണ്ടാകുന്നത് എപ്പോഴും ഈ എൻഡോഡേമിലാണ്. അതിന്റെ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. എക്ടോഡേമിൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ വിശദമായിട്ട് എഴുതിയിരുന്നു. അത് നിങ്ങൾ ഓരോരുത്തരും വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയെങ്കിൽ മാത്രമേ ഇത് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഈ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയർ എന്നതാണ് മൂന്നാമത്തെ
നിയമം. നാലാമത്തെ ലെയർ നിയമമാണ് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സ് അഥവാ അണുക്കൾ. രോഗാണുക്കൾ എന്നല്ല വിളിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മളോടൊപ്പം തന്നെ ജീവിക്കുന്ന ചെറിയ ചില പഠനങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ 1:9 ആണ് നമ്മുടെ ശരീരത്തിലെ അണുക്കളുടെ എണ്ണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോശം, നമ്മുടെ ശരീരത്തിൽ ഒരൊറ്റ കോശമുള്ളപ്പോൾ 9 സെൽസ് മൈക്രോബ്സ് ആയിരിക്കും. അത് മൈക്രോബ്സ് എന്ന് വിളിക്കുമ്പോൾ അത് ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, ഫംഗസ് ആകാം. ഈ ഇപ്പോൾ ഏറ്റവും പുതിയൊരു പല ആശുപത്രികളിലും ഫംഗസിന്റെ പുറകെയാണ് ഇപ്പൊ ആശുപത്രികളിലെല്ലാം. ബാക്ടീരിയയുടെ പുറകെയൊക്കെ നിർത്തി ഫംഗസ്. ഈ ഫംഗസ് എവിടെ നിന്നോ വന്നു എന്നാണ്. പക്ഷെ ഫംഗസ് നമ്മുടെ ഉള്ളിലുണ്ട്. എൻഡോഡെർമൽ സെല്ലുകളിലെ എല്ലാം ഫംഗസോടുകൂടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഒരു ജീവിത സംഘർഷം ഉണ്ടാകുമ്പോൾ എൻഡോഡെർമൽ സെൽസിലാണെങ്കിൽ അവിടെ ഒരു മുഴ ഉണ്ടാകുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടാകുന്നതിനോടൊപ്പം ഫംഗസിനെയും വളർത്തും ശരീരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണെന്നാണ് അതിനർത്ഥം. ഫംഗസിനെ മാത്രമല്ല എല്ലാ മൈക്രോബ്സിനെയും നിയന്ത്രിക്കുന്നത് ശരീരമാണ്. അപ്പോൾ അത് പലപ്പോഴും മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളിലും ഈ പ്രശ്നമുണ്ട്. അതിലേറ്റവും വലിയൊരു കാഴ്ച നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു തടി വെട്ടിയിടുകയാണെങ്കിൽ തടിയുടെ പുറകുവശം, പുറത്ത് തൊലി, ആ തൊലി വളരെ പെട്ടെന്ന് തന്നെ ചെതല് തിന്നും, അതല്ലെങ്കിൽ ദ്രവിച്ചു പോകും. ബിക്കോസ് അതിന്റെ പുറകുവശം, പുറം ഭാഗം നിറഞ്ഞ എക്റ്റോഡിയമാണ്. പക്ഷെ അകം കാതലാണെങ്കിൽ കാതൽ ചെതല് തിന്നില്ല. കാരണം ചെതലിന് തിന്നാനുള്ള കഴിവില്ല. അതല്ലെങ്കിൽ ബാക്ടീരിയക്ക് കാതലിനെ നശിപ്പിക്കാനുള്ള കഴിവില്ല. അവിടെ നിങ്ങൾക്കറിയാം, ഒരു മരം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ കൂണുകൾ കിളുക്കുന്നത്. കൂൺ കിളുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസ് ആണ്. ആരാണ് ആ ഫംഗസിനെ അവിടെ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഈർപ്പത്തിൽ നിന്നാണ്. പക്ഷെ അതല്ല, എൻഡോഡെർമൽ സെൽസുകൾ എവിടെയുണ്ടോ അതിനോടൊപ്പം ഫംഗസ് ഉണ്ടായിരിക്കും. എക്ടോഡെർമൽ സെൽസ് എവിടെയുണ്ടോ അതിനോടൊപ്പം വൈറസ് ഉണ്ടായിരിക്കും. മീസോഡെർമൽ സെൽസുകൾ എവിടെയുണ്ടോ അതിനോടൊപ്പം ബാക്ടീരിയയും ഉണ്ടായിരിക്കും. ഈ ബാക്ടീരിയയ്ക്കും വൈറസിനും ഫംഗസിനും കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലും ഹീലിംഗ് ഫേസിലും വ്യത്യസ്തങ്ങളായ റോളുകളുണ്ട്. ആ റോളുകളെ പറ്റി ആണ് നമ്മൾ GSKയിൽ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അത് പലപ്പോഴും വളരെ കോൺട്രോവേഴ്സിയുള്ള ഒരു സബ്ജക്റ്റാണ് മൈക്രോബ്സിന്റെ റോളുകൾ. കാരണം ഇപ്പോൾ നമ്മളുടെ ഇൻഫെക്ഷൻ തിയറിയിലാണ് നമ്മൾ ലോകം തന്നെ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ എല്ലാ പഠനങ്ങളും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പഠനങ്ങളാണ്. ഓരോ പുതിയ പുതിയ രോഗാണുക്കൾ, ഓരോ പുതിയ പുതിയ വൈറസുകൾ, മ്യൂട്ടേറ്റ് ചെയ്തിരിക്കുന്ന വൈറസുകൾ. ഇപ്പം നമുക്കറിയാം കോവിഡ്, കൊറോണ വാക്സിൻ 2018 18 കൊറോണ വാക്സിൻ, 19 കൊറോണ വാക്സിൻ. അതിനുശേഷം പിന്നെ നമുക്ക് അതിനെ ആൽഫ, ബീറ്റ, ഗാമ, ഒമിക്രോൺ എന്ന് പറഞ്ഞ് വിളിച്ചു. അതേസമയം ചിക്കൻ ബോക്സിന്റെ വൈറസ് ഇപ്പോഴും അതേപടി കിടപ്പുണ്ട്. മ്യൂട്ടേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിക്കൻ ബോക്സിന് ഇപ്പൊ മ്യൂട്ടേഷൻ സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതൊരു കോൺട്രോവേഴ്ഷ്യൽ സബ്ജക്റ്റ് തന്നെയാണ്. അത് നമ്മൾ നേരിട്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നതിലപ്പുറം കൂടുതലൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ഡോക്ടർ വർഗീസ് അതിനെപ്പറ്റിയും വളരെ വിശദമായിട്ട് പല ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ നാലാമത്തെ ജൈവിക നിയമമായ ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ദ കോൺഫ്ലിക്റ്റ്, ടു ഫേസ് ഓഫ് ഡിസീസ്, ദ germ layer, ontogenic system of germ layers, the role of microbes. പിന്നെ അഞ്ചാമത്തെ നിയമം ദ ക്വിൻറ്റിസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൈവിക നിയമങ്ങൾ അതല്ലെങ്കിൽ ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതാണ് അഞ്ചാമത്തെ നിയമങ്ങൾ. അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ പഠനങ്ങളെല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് രോഗമുണ്ടായി,
അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പലപ്പോഴും പതോളജിക്കൽ സ്റ്റഡീസും ഫിസിയോളജിക്കൽ സ്റ്റഡീസിനും എല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്തിന് എന്നൊരു ചോദ്യമാണ് GSKയിലുള്ളത്. എന്തിന്? ആ എന്തിനെന്നുള്ള ചോദ്യം നമ്മളെ പലപ്പോഴും നമ്മളുടെ വിപരീത സാഹചര്യങ്ങളിൽ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരറിവാണ് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ദ ക്വിൻറ്റിസെൻസ്, 5ാമത്തെ ജൈവിക നിയമം. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് ഓരോ കേസിനും ഇതെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിനോടൊപ്പം ഞാൻ ഒരു കേസ് കൂടി ഇപ്പം നമുക്ക് പറയാം. ഇപ്പോൾ സമയം 9:29, 9:30 നമുക്ക് 2 കേസുകൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ഡിസ്കഷൻസ് നടത്താം. നമുക്ക് 10 മണിക്ക് തന്നെ അവസാനിപ്പിക്കാം. കാരണം 10 മണിക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ പലപ്പോഴും താമസിച്ചു പോകുന്നതിൻ്റെതായ വിഷമതകൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ അടുത്ത് ഈ നവംബർ മാസത്തിലെത്തിയ ഒരു പേഷ്യന്റ്, അദ്ദേഹത്തിന് 41 വയസ്സ്. ഞാൻ ഈ കേസിനെ പറ്റി ജസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ കൂടുതൽ പറയുകയാണ്. ആസ്മയാണ് അദ്ദേഹത്തിന്, ആസ്മയായിട്ടാണ് വന്നത്. 41 വയസ്സുള്ള വ്യക്തിക്ക് ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ വിചാരിച്ചോളുക ദർ ഈസ് എ ഫിയർ എലമെന്റ്, ശ്വാസം മുട്ടൽ. അപ്പം ബ്രോങ്കിയസിനാകാം, അതല്ലെങ്കിൽ ലങ് ആൽവിയോളയിലാകാം. അപ്പോൾ ഫിയർ എലമെന്റ് അതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം ഈ വ്യക്തി കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നയാളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മുഖത്ത് നോക്കിയാൽ തിരിച്ചറിയാം. അപ്പൊ കുറേ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നത്. ഇപ്പോൾ ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രൈവറായിരുന്നു, 10ാം ക്ലാസ് PDCക്ക് വരെ പഠിച്ചു. അതിനുശേഷം ഡ്രൈവിംഗ് ജോലി ചെയ്തു, ബസ് ഓടിക്കുകയും ചെയ്തിരുന്നു. ആ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബസ്സിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരാൾ മരണപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതെല്ലാം കൊണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളിക്ക് എപ്പോഴും ഭയത്തിന്റെ ഒരു സാഹചര്യം. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായി. അപ്പോൾ ഒരു MRI സ്കാനിങ്ങിൽ പ്രൊലാപ്സ് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അൾട്രാസൗണ്ട് എടുത്തപ്പോൾ എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അലർജിക് റൈനൈറ്റിസ്, സ്ഥിരമായിട്ട് തുമ്മൽ, ശ്വാസം മുട്ടൽ, അതിലുപരി ഭയം, എന്നും അസുഖം, എന്നും ഹോസ്പിറ്റലിലാണ്. പക്ഷെ എവിടെ നിന്ന് എന്ന് ഇത് തുടങ്ങി എന്നുള്ള കാര്യം പുള്ളിക്ക് അറിഞ്ഞുകൂടി. അപ്പോൾ ഇത് പല ചികിത്സകളും നടത്തി. ചികിത്സ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി രോഗത്തെ വന്നിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ മറ്റുള്ള വ്യക്തികൾ സഹായിച്ചിട്ടാണ് പുള്ളിയെ ചികിത്സിക്കുന്നത്. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ചികിത്സിക്കുന്നു. ആദ്യമേ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് പുള്ളി ആലുവയിലെ രാജശ്രീ ഹോസ്പിറ്റലിലായിരുന്നു പുള്ളിയുടെ ചികിത്സ. ഓരോ തവണയും ചെല്ലുന്ന സമയത്ത് ശ്വാസം മുട്ടലിനുള്ള മരുന്നുകളും കുറേ മരുന്നുകൾ, ഇതെല്ലാം മരുന്ന് കഴിച്ചിട്ട് പുള്ളി ഇങ്ങനെ വീട്ടിൽ അനങ്ങാതിരിക്കുന്നത്. അതിനിടയിൽ ഒരു 2-3 വർഷത്തോളം, ഇപ്പൊ 41 വയസ്സിനിടയിൽ ഈ ഇത്രയും കൊല്ലവും രോഗിയായിരുന്നു. ഹോമിയോപ്പതി ചികിത്സ നടത്തി. ഒരു വളരെ വിദഗ്ധനായ, യൂട്യൂബിലൊക്കെ ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ് പുള്ളിയെ ചികിത്സിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പുള്ളി പറയുന്നത് ഭയങ്കര പഥ്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ രോഗത്തെ പറ്റി പറയുമ്പോൾ പഥ്യം, ഇപ്പൊ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ കാപ്പി കുടിക്കരുത്, ഉള്ളി കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ആശയം വെച്ച് നോക്കുവാണെങ്കിൽ, GSK വെച്ച് നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ തണുത്ത വെള്ളം കുടിക്കരുത്, ഇപ്പൊ ശ്വാസം മുട്ടലുള്ള വ്യക്തികളല്ലേ, തുമ്മലുള്ള വ്യക്തികളോട് ഐസ്ക്രീം കഴിക്കരുത്, ഒരു കാര്യവും ഇല്ല. ഐസ്ക്രീം കഴിച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പൊടി അടിച്ചിട്ട് കുഴപ്പമുണ്ടാകുമോ? ഒന്നുമില്ല. ഈ വ്യക്തി എഴുതി വെക്കുമായിരുന്നു ഒരു ദിവസം കഴിച്ച ഭക്ഷണങ്ങൾ എന്താണ്. അപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ ഡോക്ടർ വന്നാലേ പറയാം നിങ്ങൾ അത് കഴിച്ചിട്ടാണ്, അതല്ലെങ്കിൽ ഇത് ചെയ്തിട്ടാണ്. ഏകദേശം 2-3 വർഷത്തോളം ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ടു. അങ്ങനെ കഴിക്കാവുന്ന ഭക്ഷണം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ശരിയായ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ പുള്ളി ശരീരം, തൂക്കമുണ്ടായിരുന്നത് ഏകദേശം 3-1 തൂക്കം കുറഞ്ഞ് പുള്ളിക്ക് ഒരു ജീവിതം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പോയി. അപ്പം പലപ്പോഴും ആയുർവേദത്തിന്റെയും കേസിലാകും ധാരാളം പഥ്യങ്ങൾ. അപ്പം
ഇതുകൊണ്ടൊക്കെ ശരിക്കും രോഗം കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പല കുട്ടികൾക്ക് തുമ്മൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പനി ഉണ്ടാകുമ്പോൾ, ഫ്രീക്വന്റ് ആയിട്ട് പനി ഉണ്ടാകുമ്പോൾ പറയും തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടാണ്. അവർ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങും. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, രോഗം പഴയ പോലെ തന്നെ. അതല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നില്ല, അതല്ലെങ്കിൽ തണുത്ത ഇത് കഴിക്കുന്നില്ല, പക്ഷെ രോഗം കുറയുന്നില്ല. ഈ അമിതമായ പഥ്യം പലപ്പോഴും റെസ്ട്രിക്ഷൻ ഓഫ് ഫുഡും മറ്റുള്ള, ഇപ്പം പല ആൾക്കാരും മധുരത്തിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല, മധുരം കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്, ഡയബറ്റീസ് ഉള്ളവർക്ക് മധുരം കഴിക്കരുത്. സത്യത്തിൽ മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താണ്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണോ മധുരം? സ്നേഹമാണോ? എന്തോ? സ്നേഹമാണോ? എനിക്ക് തിരിഞ്ഞില്ല പറഞ്ഞത്. പോട്ടെ. നമുക്ക് പലപ്പോഴും മധുരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രുചി മാത്രമാണ്. രുചി, ടേസ്റ്റ് നമ്മുടെ ഒരു സെൻസ് ആണ്. അതിന് ശരിക്കും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സെൻസുകളിൽ ഒരു ഭക്ഷണം നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുന്നതിന്റെ ഒരു കാര്യം മാത്രമാണ് മധുരം. മധുരവും ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് കടന്നെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു മൂക്കിക്കൂടെ ട്യൂബ് ഇട്ടിട്ട് അതല്ലെങ്കിൽ രുചി അറിയത്തില്ലാത്ത ഒരാൾ മധുരമാണോ കയ്പാണോ കഴിക്കുന്നത് നമുക്ക് അറിയത്തില്ല. മധുരത്തിനോടൊരു ഈ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു, ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ലോകത്തിൽ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങൾക്കും വ്യത്യസ്ത രുചികൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച രുചിയാണ് മധുരം, പ്രകൃതിദത്തമായത്. ആ രുചി നമുക്ക് കഴിക്കത്തില്ല എന്ന് പറയുന്നത് തന്നെ അത് തെറ്റാണ്. പലപ്പോഴും ഷുഗർ ഉള്ളവര് ഒരു പഴം കഴിച്ചിട്ട് ഷുഗർ 50 കൂടിയെന്ന് പറയും. ഒരു പഴത്തിനകത്ത് നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് നോക്കുകയാണ്, ഒരു പഴം 100 ഗ്രാം ഉണ്ടെന്ന് കരുതുക. അതിൽ 100 ഗ്രാമിൽ 74 ഗ്രാമും വെള്ളമാണ്. ബാക്കി 26 ഗ്രാം 100 ഗ്രാം ഉള്ള ഒരു പഴത്തിൽ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇടൂ. 5 ലിറ്റർ രക്തത്തിലേക്ക് ഒരു പഴം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കുഴപ്പമുണ്ടാകുമെന്ന് നമ്മൾ ഫിസിയോളജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഈ അനാവശ്യമായ റെസ്ട്രിക്ഷൻസ് പലപ്പോഴും രോഗിക്ക് കടുത്ത മാനസികാഘാതത്തിലേക്കാണ് നടക്കുന്നത്. പലപ്പോഴും സെൽഫ് ഡീവാലുവേഷൻസിലേക്കും എല്ലാമാണ് രോഗിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ രോഗിക്ക് കടുത്ത പഥ്യത്തിന്റെ ഫലമായിക്കൊണ്ട് ജീവിതം പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഏകദേശം ഡിസംബർ മാസത്തിലാണ് എൻ്റെ അടുത്തെത്തിയത്. കുറേ ദിവസത്തെ കുറെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഭയത്തിനെയാണ് ഞാൻ ആദ്യമേ മാറ്റാൻ ശ്രമിച്ചത്. പക്ഷെ ഭയം മാറുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇൻട്രായൂട്രൈൻ ലൈഫിൽ തന്നെ കിട്ടിയതാണ്, അമ്മയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പക്ഷെ അമ്മയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഇപ്പൊ 41 വയസ്സായി, വിവാഹം കഴിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ രോഗി ആയതുകൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നോർമലായിട്ട് കൊണ്ടുപോകാം എന്ന് ഒരു വർത്താനത്തിന് സംസാരിച്ചുകൊണ്ട്, ഇപ്പൊ നിങ്ങളുടെ ഭയത്തിൽ നിന്നാണ് ഈ രോഗം ഉണ്ടായത്. ഈ GSK പറ്റിയുള്ള അറിവുകളും അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിന് ഈ സൈറ്റുകളെല്ലാം പറഞ്ഞു കൊടുക്കുകയും കുറെ സംസാരിച്ച് എന്താണേലും ഒറ്റ ആഴ്ചക്കുള്ളിൽ ശ്വാസം മുട്ടൽ മാറി. പക്ഷെ മറ്റു കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നില്ല. തുമ്മൽ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. കാരണം വീടാണ് പ്രശ്നം. വീട്ടിൽ എന്ത് കുഴപ്പമാണെന്ന് പുള്ളിക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് പല പല പ്രശ്നങ്ങൾക്കും, കുട്ടികളുടെ പ്രശ്നത്തിനാണേലും വലിയവരുടെ പ്രശ്നത്തിനാണേലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ട്രാക്കുകൾ നിലനിൽക്കുന്നത് വീട്ടിലാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും ആ വീട്ടിൽ തന്നെ ആണ് അവർ താമസിക്കുന്നത്, പക്ഷെ അവർക്ക് ആ പ്രോബ്ലത്തിനെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തകരാറ്. അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ താമസിക്കുന്നു, എല്ലാവരും വളരെ നന്നായിട്ടാണ് പെരുമാറുന്നത്, എല്ലാവരും വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ പലപ്പോഴും വളരെ ചെറുപ്പത്തിൽ തന്നെ
വീട്ടിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ, സജഷൻസ്, ഇതിന്റെ എല്ലാം ഫലമായിക്കൊണ്ട് ആ ഭയത്തിന്റെ എലമെന്റ് നിലവിൽ നിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നടുവേദന, അദ്ദേഹത്തിന്റെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, അത് നമുക്ക് നമ്മുടെ GSK അറിവിൽ നിന്ന് മനസ്സിലാക്കാം. പുള്ളിക്ക് ഒരു വിധത്തിലുള്ള സെൽഫ് ഡീവാലുവേഷൻസ് വരുന്ന അതിന്റെ ഫലമായിക്കൊണ്ട് ലോവർ വെർട്ടിബ്രയിൽ ഉണ്ടാകുന്ന, ഇന്റർവെർട്ടിബ്രയിൽ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമാണ് അത് വന്നിരുന്നത്. അതും കുറച്ച് മാറ്റങ്ങൾ വരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ വീണ്ടും ശ്വാസമുട്ടലിന്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് വന്നപ്പോൾ, പണ്ടാണെങ്കിൽ ഒരു ശ്വാസമുട്ടൽ വന്നാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയായിട്ട് പോകുന്നു, അഡ്മിറ്റ് ആകുന്നു. ഇപ്പൊ അദ്ദേഹം അത് പോകാതെ തിരിച്ചു പിടിച്ചു നിന്ന് വളരെ സ്ലോയിൽ തിരിച്ചു വരികയാണ്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണിന് ലെഫ്റ്റ് സൈഡിലെ കാഴ്ച കുറവാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചികിത്സിക്കുകയാണെങ്കിൽ അവർ പോയി തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞു സെൻട്രൽ കട്രാക്ട് ഉണ്ടെന്ന്. അപ്പൊ കട്രാക്ട് ഉണ്ടായെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കോണം, ദർ ഇസ് എ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, വിഷ്വൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇതുവരെയും പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം വരെയും ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നു. പക്ഷെ അദ്ദേഹം മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ജോലിക്ക് കയറി, കോൾ ടാക്സി ആയിട്ട് ഓടിക്കാൻ, അല്ലെങ്കിൽ ജോലി വരെ ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ഏകദേശം ഒരു സൂയിസൈഡ് ചെയ്യണം പുള്ളിക്ക് അതിനുള്ള ധൈര്യമില്ലെന്ന് പറഞ്ഞു. ജീവിക്കാൻ പോലും താല്പര്യമില്ലാതിരുന്ന ഒരു വ്യക്തി പല മെഡിസിൻസിനും, ഇപ്പം നമുക്ക് പല ഡോക്ടർമാരും, ഒത്തിരി ഡോക്ടർമാർ, ഹോമിയോപ്പതി ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും എല്ലാം കണ്ടു. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു മെഡിസിനും കൊണ്ടല്ല പുള്ളിയെ മാറ്റേണ്ടത്. ഈ അറിവുകൾ മൂലമാണ് നമുക്ക് അദ്ദേഹത്തെ മാറ്റാൻ സാധിക്കുക. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പോൾ നിലവിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം മുട്ടൽ പിന്നെ വന്നിട്ടില്ല, പക്ഷെ തുമ്മൽ മാറിയിട്ടില്ല. അയാളുടെ എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഇതുവരെ കുറഞ്ഞിട്ടില്ല. കാരണം കുറയില്ല, നമുക്കറിയാം. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ ശരീരത്തിന് സ്വാഭാവികമായിട്ടും ഒരു പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് ഉണ്ടാവും. അത് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി അത് ശരിയായി വരാവുന്ന, ഇപ്പം വിവാഹം കഴിക്കുന്നതിന് ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട്, കല്യാണം ആലോചിക്കുക. പക്ഷെ പലപ്പോഴും ഇപ്പോഴത്തെ രീതിയിൽ ഒരു അറേഞ്ച്ഡ് മാര്യേജൊന്നും അത്ര എളുപ്പമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം ഈ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരെണ്ണമല്ല ഉള്ളത്. ഏതെങ്കിലും ഒരു സെല്ലുകളിലോ ഏതെങ്കിലും ഒരു അവയവത്തിലോ അല്ല നമുക്ക് വരുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകാം. അതിനെയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധ്യമാണ്. ഈ അറിവുകൾ മൂലം സാധ്യമാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഡോക്ടർ അപ്പൊ ഹോമിയോപ്പതിക് മെഡിസിൻ ഒന്നും കൊടുത്തില്ല? ഉണ്ട്, മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ എപ്പോഴും മെഡിസിൻ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. ഹോമിയോപ്പതി മെഡിസിൻസ് എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസിന് പലപ്പോഴും ഈ GSK വരുന്നവരെല്ലാം ഹോമിയോപ്പതി ഉപേക്ഷിച്ചിട്ടാണോ? അല്ല, അങ്ങനെയല്ല. ഹോമിയോപ്പതി മെഡിസിൻസിനോടൊപ്പം തന്നെ ആണ് നമ്മൾ ഈ അറിവുകൾ പറയുന്നത്. പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലുള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അയാളുടെ പ്രശ്നങ്ങൾക്ക് മാറുന്നത് വരെയും അയാളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അയാൾക്ക്, അതായത് നമ്മൾ മെയിൻറ്റെയിനിങ് കോസ് എന്ന് ഹോമിയോപ്പതിയിൽ ഹനുമാൻ വിളിച്ച മെയിൻറ്റെയിനിങ് കോസ് കിടക്കുന്നിടത്തോളം കാലം അയാളുടെ രോഗങ്ങൾ മാറ്റാൻ, നമ്മുടെ ഒരു പൊട്ടൻസി മെഡിസിൻ മാറ്റാൻ എളുപ്പമല്ല. മെഡിസിൻ നൽകുന്നുണ്ട്. ഡോക്ടറെ, അപ്പോ ഈ ഡയബറ്റിക്കിന്റെ കോൺഫ്ലിക്റ്റ് എന്തായിരിക്കും? മധുരം കഴിക്കാമെന്ന് പറയുന്നു. പങ്കജവല്ലി ഡോക്ടറാണോ? അതെ, മധുരം കഴിക്കാമെന്ന് പറയുന്നു, അതുകൊണ്ട് കൂടണമെന്നില്ല എന്ന് പറയുന്നു. മധുരം ഒരു രുചി മാത്രമാണെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. പക്ഷെ അപ്പൊ അതിനൊരു കോൺഫ്ലിക്റ്റ് കാണുമല്ലോ ഡോക്ടറെ,
ഡോക്ടറെ ഡോക്ടർ ഉം. ലേണിംഗ് ചെയ്യുന്ന ഡോക്ടറും വായിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? പണ്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പം വായിച്ചിട്ടില്ല. പണ്ട് എന്ന് പറയുമ്പോ ഡോക്ടർ ആ തന്നെ അപ്പൊ പറഞ്ഞിട്ട് ഉം, വർഗീസ് സാറിന്റെ ക്ലാസ് എറണാകുളത്ത് വെച്ച് നടത്തിയപ്പോ ഒന്ന് ഉം, പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഒ- വായിച്ചിട്ടുണ്ടായിരുന്നു. ഉം. എഴുതിയെടുത്തത് മാത്രം. ഇപ്പൊ ആ നോട്ടൊന്നും എഴുതിയെടുത്തത് ഇല്ലാന്ന് എഴുതിയത്. ഇല്ലാതായിപ്പോയി. അപ്പൊ അത് ഓൺലൈനായിട്ട് തന്നെ ഉണ്ട്. ഇത് ഡയബറ്റീസിനെ പറ്റി നമ്മൾ ഇങ്ങനെ ഒരു രോഗത്തിന്റെ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നതിനകത്ത് വളരെ എന്താ പറയണ്ട അല്ല കാര്യമാണ്. സോറി ഡോക്ടറെ അതെ അല്ലല്ല, ഇപ്പൊ ഞാൻ മധുരം പറയാം. എന്നാ ആ, എന്നാണേലും അതിന്റെ കോൺഫ്ലിക്റ്റ് മെയിൽ നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ് ഉള്ള മെയിൽസിൽ റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നതാണ്. അത് തടസ്സങ്ങൾ ഉണ്ടാകുക. തടസ്സങ്ങളാണ് ഏറ്റവും പ്രധാനം. തടസ്സങ്ങൾ. അതുകൊണ്ടാണ് പലപ്പോഴും പണ്ട് കാലത്ത് പറയുന്നതാണ് ഒരു 45-50 വയസ്സാകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് കൂടുതൽ ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45-50 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികൾ വളർന്നു വന്നു. ചിലപ്പം വീടുകളൊന്നും കാണില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല. ജോലിയൊന്നും ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോഴൊക്കെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങളാണ് ഉണ്ടാകുക. ഈ തടസ്സങ്ങൾ റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നു. അത് ആൽഫ സെൽസിലും ബീറ്റ സെൽസിനെയും ബാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് അല്ല ഡയബറ്റീസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഈ വാക്കിനെ അങ്ങ് കൂടുതൽ വിചാരിച്ചിട്ട് ഭയപ്പെടേണ്ട കാര്യവുമില്ല. അതേസമയം അത് സ്ത്രീകളിലാണെങ്കിൽ ഡയബറ്റീസിന് ഫിയർ ഡിസ്ഗസ്റ്റ് എന്നുള്ളതാണ്. ഫിയർ ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തിനോടൊപ്പം വെറുപ്പും അറപ്പും. വെറുപ്പ്, അറപ്പ്, ഭയം. അതായത് അത് നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ് ഉള്ള വ്യക്തികളിലെ സ്ത്രീകളിൽ എനിക്കൊരു കേസ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു വീട്ടിൽ ഒരു ലേഡി, ആ ലേഡിയുടെ വീട്ടിലെ ഒരു സഹോദരൻ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളാണ്, മുതിർന്ന ആളാണ്. പക്ഷെ ഈ സഹോദരൻ പലപ്പോഴും വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയമുണ്ട് ഈ സ്ത്രീക്ക്, ആ വ്യക്തിയെ. അതിനോടൊപ്പം അറപ്പ്, വെറുപ്പ്, വ്യത്യസ്തമായ ഒരു വികാരങ്ങൾ. അത് കൃത്യമായിട്ടും സ്ത്രീകളിലാണ് ഉണ്ടാകുക. അതൊരു രോഗം വന്നു കഴിഞ്ഞാൽ, എനിക്ക് ഒരിക്കലൊരു ടൈപ്പ് 1 ഡയബറ്റീസിൽ ഒരു ലേഡി, ടൈപ്പ് 1 അല്ല ടൈപ്പ് 2 ഡയബറ്റീസ് ഒരു ലേഡിക്ക് ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡിനോമ വന്നു. പക്ഷെ പുള്ളി അത് ക്യാൻസർ ആയിരിക്കുമെന്ന് കരുതി ഈ രോഗത്തെ പറ്റി പുള്ളിക്ക് ഭയവും വെറുപ്പും ഉണ്ടായി. ഭയവും അത് ആരോടും പറയാതെ പുള്ളി കുറച്ചു കാലം, ഹസ്ബൻഡിനോട് പോലും പറയാതെ കുറച്ചു കാലം ഇരുന്നു. ഒരു 5-6 മാസം നടന്നു. അതിനുശേഷം പറഞ്ഞു ആ മുഴ കുഴപ്പമില്ലെന്ന് മനസ്സിലായെങ്കിലും പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ടായി. ഷുഗർ ഒരു 400-500ഓളം ഷുഗർ ഉണ്ടായി. ഈ വ്യക്തിയെ ഞാൻ വർഷങ്ങളോളം കുറച്ച് കൊണ്ടു നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടു നടന്നു. ഒരു 2 കൊല്ലം കൊണ്ട് നോർമലായി പുള്ളി. ഒട്ടും ഷുഗർ ഇല്ല. പക്ഷെ ഷുഗർ ഉണ്ടായിരുന്ന കാലത്തിൽ 300-400 മുകളിലായിരുന്നു. അപ്പോൾ ഫിയർ ഡിസ്ഗസ്റ്റ്. ഇപ്പം ഡോക്ടർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്: ഡയബറ്റിസ് മെയിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഫീമെയിൽ വേറൊരു കോൺഫ്ലിക്റ്റ്. ഹോർമോൺ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് ഇതിനൊരു കാരണം നമ്മൾ പറയുക. എപ്പോഴും നമ്മൾ ബുക്കുകളൊന്ന് വായിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കുക. ഓക്കെ. അല്ല ഇപ്പൊ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് നല്ലതുപോലെ മാറി. ഇതെല്ലാം ഉള്ള ഒരു ഭയത്തോടൊപ്പം വെറുപ്പ്, അത് നല്ലപോലെ യോജിക്കുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ. അപ്പൊ നമുക്ക് താങ്ക് യു ആൻഡ് സോറി ഇങ്ങനെ ഒരു ചോദ്യം പങ്കജവല്യ ചോദിക്കേണ്ടി ഡോക്ടറെ, വന്നതില്. പങ്കജവല്യ ഡോക്ടറെ, ഡോക്ടറുടെ പ്രായത്തിലാണെങ്കിൽ റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഓ ഡോക്ടറുടെ നമ്മുടെ അനിത ഡോക്ടറാണ് അല്ലേ? ഓക്കെ, ഈസ്ട്രജൻ പറഞ്ഞോ. കുറഞ്ഞല്ലോ, ഈസ്ട്രജൻ കുറഞ്ഞ് ആ. ടെസ്റ്റോസ്റ്ററോൺ കൂടിയിരിക്കുകയാണ്. അപ്പൊ റെസിസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിനും അവരോട് റെസിസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല.
ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത്. അവര് ആ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ആ പുരുഷന്മാർ അതേ സമയം ഫിയർ ഡിസ്കസ്റ്റ് ആണ് ആ സമയത്ത്. ഈ ആ പ്രായമാകുമ്പോൾ അവർക്ക് ആ പേടിയാണ്, അവർക്ക് എല്ലാത്തിനോടും ഒരു വെറുപ്പ് വിരക്തിയൊക്കെ തോന്നും. അതാണ് ഈ ഹോർമോണിന്റെ ചേഞ്ച് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഈ ഈ പറയുന്ന റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റും ആൻഡ് ഫിയർ ആൻഡ് ഫിയർ ഡിസ്കസ്റ്റും മാറിക്കൊണ്ടിരിക്കും. ഹോർമോണൽ സ്റ്റാറ്റസ് ആണ് അതിന്റെ ഏറ്റവും പ്രധാനം. നമ്മുടെ അതാണ് ശരിക്കും അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേറൊരു സിസ്റ്റത്തിലും വേറൊരു ചികിത്സാ സമ്പ്രദായത്തിലും ഒരു വ്യക്തി ഹോർമോണൽ സ്റ്റാറ്റസ് എന്താണെന്ന് തിരക്കുന്നില്ല. കാരണം ഒരു വ്യക്തി മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരക്കുന്നില്ല. അതായത് ശരിക്കും നമ്മൾ ഒരു മെയിലായിട്ടാണോ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്, ഫീമെയിൽ ആയിട്ടാണോ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദമാക്കാൻ വേറൊരു സിസ്റ്റവും ഇന്നുണ്ടായിട്ടില്ല. അത് GSK മാത്രമാണ്. അപ്പൊ ഡോക്ടറെ GSKയുടെ ഇന്നത്തെ ക്ലാസ്സിന് കയറിയത് വലിയൊരു എന്താ പറയണ്ടേ, ഡോക്ടറോട് നന്ദി പറയണം, ആരോട് നന്ദി പറയണം. കാരണം ഞാൻ എൻ്റെ 2 കണ്ണും ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് കാറ്ററാക്റ്റിന്റെ. അപ്പൊ ഇതൊക്കെ ആയിരുന്നു എൻ്റെ കാര്യം. ഞാൻ നോക്കുമ്പോ 538 അന്ന് മുതൽ ഇൻസുലിൻ തുടങ്ങി. ഇൻസുലിൻ കഴിക്കുമ്പോൾ ഈ മധുരം കഴിക്കുമ്പോൾ കൂടുന്നുമുണ്ട് ഷുഗർ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഡയബറ്റിക്കിന്റെ കോൺഫ്ലിക്റ്റ് ചോദിച്ചത്. മധുരം ഒരു രുചി മാത്രമാണെന്ന് ഡോക്ടർ പറഞ്ഞു. രുചി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ധാരാളം മധുരം കഴിക്കുന്നത്. ലഡു കഴിക്കും, പായസം കഴിക്കും, ഒന്നും ഞാൻ ഒഴിവാക്കാറില്ല. ഐസ്ക്രീം ഒക്കെ 4 എണ്ണമൊക്കെ കഴിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ. എന്ത് ചെയ്യാനാ? അത് ഇവിടെ വഴക്ക് ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ ആഗ്രഹമുണ്ട് ഇത് കഴിക്കാതെ നോക്കണമെന്ന്. പക്ഷെ ഇനിയിപ്പോ അധികം കഴിച്ചില്ലെങ്കിലും ധൈര്യപൂർവ്വം ഒരെണ്ണമൊക്കെ കഴിക്കുന്നതിന് എനിക്ക് സന്തോഷം തോന്നുന്നു. കുഴപ്പമില്ല. ഞാൻ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് കയറിയത് വലിയ കാര്യമായിട്ട് തോന്നുന്നു. എന്തായാലും ഞാൻ ഇത്രയൊന്നും ചിന്തിക്കാറില്ലായിരുന്നു ഡോക്ടറെ. ശരി സാറേ, ഞാൻ ഡോക്ടർ സലിംകുമാർ. മനസ്സിലായി ഡോക്ടർ. നമസ്കാരം. ആ, ഹായ്. ഒത്തിരി നാളായി ശരി കണ്ടിട്ട്. ശരി. അതെ അതെ, ഒരുപാട്. ISKയുടെ വേദികളിലൊന്നും ഇപ്പൊ വരുന്നില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. അതെ അതെ, അല്ല ഞാനും അങ്ങനെ പോകാറില്ല. ശരി അവർക്ക് ശരി ഡോക്ടർ. എന്റെ വീട്ടിൽ വന്നിട്ടിരിക്കാം. ഞാൻ ഡോക്ടറുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വന്നല്ലോ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ ഇതിനെ ഹോമിയോപ്പതിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. ഒത്തിരി ഡോക്ടർമാർ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഒത്തിരി പേര് ഈവൻ റൂബ്രിക്കുകൾ വരെ പല ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്, റൂബ്രിക്കുകൾ വരെ. പക്ഷെ ഞാനിതിനെ ഹോമിയോപ്പതിയായിട്ട് ലിങ്ക് ചെയ്യുന്നത് നമുക്ക് അതിന്റെ കോഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതിന് പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തിനെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആശയമാണുള്ളത്. പിന്നെ ഹീലിംഗ് ഫേസിലാണെങ്കിൽ നമുക്ക് ഒരു മെഡിസിൻ നൽകി വളരെ എളുപ്പത്തിന് വേണം. ഇപ്പം ലോകവ്യാപകമായിട്ട് GSKയുടെ അറിവുകൾ, അല്ലെ GSKയുടെ ലോകപ്രശസ്തരായ ധാരാളം വ്യക്തികൾ GSK ഫോളോ ചെയ്യുന്നവർ, അവരാരും ഹോമിയോപ്പതിയെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഹോമിയോപ്പതിയും GSKയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമാണ് എന്ന് ഡോക്ടർ വർഗീസിന്റെ ഒരു ആശയമാണ്. കാരണം മൈൻഡിനെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഹോമിയോപ്പത്സ് ആണ്, അല്ലെ? വൈറ്റൽ ഫോഴ്സ് എന്ന നമുക്ക് മാത്രമാണ്, വേറെ ഒരിടത്തും ഈ മൈൻഡിനെ ഇത്രയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ GSKയുടെ ബേസ് ആയിട്ട് ഇതിന് പോകുന്നത്. ഇപ്പൊ നമുക്ക് ചോദ്യം അല്ല സാർ, എന്റെ ചോദ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് എന്റെ ഇതിലൊക്കെ എയിൽമെന്റ്സ് ഫ്രം എന്നൊരു സാധനം ഉണ്ടല്ലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ? പോരാ, അത് ആവശ്യമുള്ളിടത്ത് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എയിൽമെന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഏത് തരത്തിലുള്ള രോഗിയാണ് വരുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണല്ലോ എയിൽമെന്റ്സ് എന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രം നമുക്ക് അതിന് മാറ്റം വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വ്യക്തിയോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു വസ്തുവിൽ നിന്നുള്ള മെഡിസിനാണല്ലോ കൊടുക്കുന്നത്. ഇപ്പോൾ ഓറം മെറ്റാലിക്കം, അല്ലെങ്കിൽ അർജന്റം മെറ്റാലിക്കം, അതല്ലെങ്കിൽ സ്വർണം, അതല്ലെങ്കിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ്, ഏതെങ്കിലും ഒരു വസ്തു കൊടുക്കുമ്പോൾ അതിന് പൊട്ടൻറ്റേജ് രൂപം കൊടുക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി പോലും അറിയാതെ നിങ്ങൾക്ക് ഈ പ്രശ്നമാണ് ഉണ്ടായതെന്ന് പറയുന്നതോടുകൂടി ഒരു ഹോമിയോപ്പതി തന്നെയല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അയാൾ അറിയുന്നില്ലായിരുന്നു. അപ്പൊ അതാണ്
ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഗുണം, GSK പഠിച്ച ആളുടെ ഏറ്റവും വലിയ ഗുണം, ഒരു മെഡിസിൻ പോലും ഇല്ലാതെ ഹോമിയോപ്പതിക് തത്വമാണ് നമ്മൾ അവിടെ നൽകുന്നത്. അതും നമ്മൾ മനസ്സിലാക്കുക. ഹോമിയോപ്പതി മനസ്സിലാകേണ്ട ഒരു മെഡിസിൻ 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 എന്ന് പറയുക അല്ല ചെയ്യേണ്ടത്. ഇപ്പൊ കാർസിനോസിൻ, അതല്ലെങ്കിൽ ട്യൂബർകുലിനം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട് ഈ വ്യക്തി കടന്നുപോയ ഡീവിയേഷൻ ഓഫ് വൈറ്റൽ ഫോഴ്സ്, ആ ഡീവിയേഷൻസിൽ അയാൾ ആ രീതിയിലായിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയും പെരുമാറാനുള്ള അവസരം ഉണ്ടായിരുന്നു, അതായിരുന്നു നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയത് എന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു മെഡിസിൻ വഴിയായിട്ട് മെഡിസിൻ്റെ ഒരു 200 പൊട്ടൻസി കൊടുക്കുമ്പോൾ, സ്വർണത്തിന്റെ 200 പൊട്ടൻസി കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു ഒരു റെപ്പറട്ടറിയിലെ ഒരു സിംറ്റം, ഒരു റൂബ്രിക് എടുക്കുമ്പോൾ 250 മെഡിസിൻ കാണും ശരാശരി ഏത് റൂബ്രിക് എടുത്താലും, ഇല്ലേ? ഈ 250 എണ്ണത്തിന് നമ്മൾ എങ്ങനെയാ 4-5 എണ്ണത്തിനാകണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വിജയകർ സാറിന്റെ ഇതിനകത്തനുസരിച്ച് ഡെല്യൂഷൻസിലേക്ക് വന്നപ്പോൾ 1-2 സിംറ്റത്തിലേക്ക് വന്ന് നമ്മൾ വളരെ എളുപ്പത്തിന് ഒരു മെഡിസിൻസ് എത്തി. പക്ഷെ പലപ്പോഴും ആസ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അത് ഫിയർ ആണോ ഫ്രൈറ്റ് ആണോ ആസ്മ എങ്ങനെ കൂടുതൽ ബാധിക്കും? ഫിയർ ആണോ ഫ്രൈറ്റ് ആണോ? ഫിയർ ആണ്. നിലവിലുള്ളത് ഫിയർ തന്നെയാണ്, അല്ലാണ്ട് പണ്ട് പേടിച്ചതിന്റെ ഇതാവണമെന്നില്ല. അതിപ്പോഴും നിലനിൽക്കുകയാണ്. അയാൾക്ക് എല്ലാ കാര്യത്തിനോടും ഭയമാണ്. പക്ഷെ 10-20 വർഷത്തിന് ശേഷമുള്ള ഒരു വ്യക്തിയെ എയിൽമെന്റ് ഫ്രം ഫ്രൈറ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു റൂബ്രിക്ക് കണ്ടെത്തുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്കിപ്പോൾ ആ ഭയത്തിന്റെ ആവശ്യമില്ല എന്നതാണ്. എനിക്ക് ഒരു ആസ്മ കേസ്, ഞാനന്ന് GNM-നെ കുറിച്ച് കേൾക്കുന്നതിനൊക്കെ മുമ്പ്, ഈവൻ CNM പഠിക്കാൻ പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ അത് ഈ സ്റ്റൈലിൽ എനിക്ക് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് ഒരു സ്ത്രീക്ക് ആസ്മ വരുമായിരുന്നു. അവര് പറഞ്ഞിരുന്നതെന്ന് വെച്ചാല് ഡീസൽ അലർജിയാണ്, അതായത് ബസ്സിൽ കയറിയാല് അവർക്ക് ആസ്മ വരും. അപ്പൊ പക്ഷെ ഈ സ്ത്രീ ഭർത്താവിന്റെ ബൈക്കിന്റെ പുറകെ ഇരുന്ന് പോകുമ്പോൾ ആസ്മ വരുന്നില്ല. അങ്ങനെ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ദഹിക്കണില്ല. പക്ഷെ അവര് എൻ്റെ അടുത്ത് മരുന്ന് മേടിക്കാൻ വരുന്നതല്ല, അവർ വലിയ ഡോക്ടർമാർ, നമ്മളന്ന് ജൂനിയറാണ്, വലിയ ഡോക്ടർമാരുടെ അടുത്തൊക്കെ മരുന്ന് മേടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ഹോമിയോ മരുന്ന് വെച്ചാൽ മാറില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് മരുന്ന് മേടിക്കാൻ വരാറില്ല, പേരക്കിടാവിന് മരുന്ന് മേടിക്കാൻ വരും. പക്ഷെ ഞാൻ എങ്ങനെ ഇത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും അവരോട്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എന്തൊരു സംഭവം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അവര് കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ള ഒരു ബസ് ബ്രേക്ക് ഇട്ട് ഇവര് ബസ്സിനുള്ളിൽ വീണ് തലപൊട്ടി ഒക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ ഇതിന് ശേഷമാണോ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ അഞ്ഞപ്പോ അതെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൈറ്റ് എന്ന് പറയുന്ന ആ സംഭവം അവരില് അത് കഴിഞ്ഞതിന് ശേഷം ഈ യാത്ര ചെയ്യുമ്പോഴും ബൈക്കിൽ കയറുമ്പോഴും ട്രാക്ക് അതാണ് ട്രാക്ക്. GNCയുടെ ട്രാക്കാണ്. ഈ ട്രാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രാക്ക് അത് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. ട്രാക്ക് അവർക്ക് ഈ സംഭവത്തിൽ ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ആസ്മ വന്നിട്ടില്ല. അതാണ് GSK. ഇതാണ് GSK. മനസ്സിലായോ? ഇത് നമ്മുടെ മുന്നിൽ ഉള്ള ഏത് ഗുരുതരമായ രോഗം ബാധിച്ചവർക്കും ഇത് പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ അവിടം വരെ എത്തണം. നമ്മൾ എത്തിയിട്ടും കാര്യമില്ല, രോഗി എത്തണം. ഓക്കെ, ഇപ്പൊ നമുക്ക് 9:57 നമുക്ക് 10 മണി വരെയാണ് നമ്മുടെ സമയം. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ? നമുക്ക് ഇനി അടുത്ത ദിവസം സംസാരിക്കാം. ഹലോ ഡോക്ടറെ, ഞാനൊരു കേസ് പറയാം. ഒരു വ്യക്തി, അനിത ഡോക്ടറാണോ? അതെ. ഓക്കെ, പറഞ്ഞു ഡോക്ടർ. അതൊരു 36 വയസ്സുള്ള മെയിലാണ്. ആ പയ്യൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യാണ്, ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ആ പയ്യന് ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു, 35-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഡയബറ്റിക് ആയി. എന്നുവെച്ചാൽ 500 ഡയബറ്റിക്. പെട്ടെന്നാണ് ഇത് വന്നത്. അപ്പൊ ആ പയ്യനും ശരിക്കും പേടിച്ചു പോയി. കാരണം അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരു 95 കിലോ ഉണ്ടായിരുന്നു, പക്ഷെ ഹൈറ്റ് കുറവാണ്. എന്നിട്ട് പെട്ടെന്ന് വെയിറ്റ് അങ്ങ് 80 വന്നു. എന്നിട്ട് ഭയങ്കര ദാഹവും എല്ലാം ക്ഷീണവും എല്ലാം ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഡയബറ്റിക് ഭയങ്കര കൂടുതൽ. അങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് അലോപ്പതിയിൽ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരന് അലോപ്പതി ഒരുപാട് ഉപയോഗിക്കാനായിട്ട് പാടാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന്
അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നത്? എന്തിനെയാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് ഒരു റെസിസ്റ്റൻസ് വന്നു, എന്താ കാരണം? അപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത്, എൻ്റെ വൈഫ്, എനിക്ക് കല്യാണത്തിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും സുഖമില്ലാത്തതാണ്. അപ്പൊ അവരെ നോക്കണം, അവരുടെ നിർബന്ധത്തിൽ, എൻ്റെ അമ്മയുടെ നിർബന്ധത്തിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് പഠിക്കാനാണ് താല്പര്യം. ഇത് അപ്പൊ ഞാൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം, ഈ ചെറുക്കൻ നല്ല വെൽ ടു ഡു ഫാമിലിയാ, ഒരു മകനേ ഉള്ളൂ, ഒറ്റ മകനേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഭാര്യ ഒരു പാവപ്പെട്ട കുടുംബത്തിലാകുമ്പോ എൻ്റെ അമ്മയൊക്കെ നോക്കുമല്ലോ, പക്ഷെ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ്. അപ്പൊ ആ കുട്ടിയും ഒരു MBA എന്താണ് എടുത്തത്. അപ്പൊ അത് കല്യാണം കഴിച്ചു. അപ്പൊ ഈ പയ്യൻ വർക്ക് ചെയ്യുന്ന ഹൈദരാബാദിലാ. അപ്പൊ ആ വൈഫിനെയും കൊണ്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഭയങ്കര വൃത്തിയാ. എന്താ ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് അടുക്കി വെച്ചിരിക്കണം. അത് കൊച്ചിലേ ശീലിച്ചതാണ്, അതിനെ ഇനി മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാൻ ഭയങ്കര അടുക്കൊന്നും ഇല്ല, ഞാൻ ഇവിടെ എല്ലാം കളിച്ചത്. ഡോക്ടർ ഉണ്ട് ബുക്ക്, എനിക്ക് ഇത് ഇറിറ്റേഷൻ വരുന്നു ഡോക്ടർ അത് അടുക്കി വെക്കണം. ആ പേപ്പറെല്ലാം എന്ത് ലൂസായിട്ട് ഇട്ടേക്കുന്നു ഡോക്ടർ, അത് അടുക്കി വെക്കേ. എനിക്കത് കണ്ടാൽ തന്നെ ഇറിറ്റേഷൻ വരും, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ എഴുന്നേറ്റ് അതങ്ങ് അടിക്കും. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അടുക്കി വെക്കാം, എന്റെ നേച്ചർ ഇതാണെന്ന്. അപ്പോഴേ ഞാൻ അതെടുത്തത് ഫസ്റ്റീഡിയസ് എന്നങ്ങ് റൂബ്രിക് എടുത്തു. കാരണം പുള്ളിക്കാരന്റെ നേച്ചർ പുള്ളിക്കാരൻ തന്നെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ്. ഇത് പുള്ളിക്കാരിയാണ് ചുമ്മാ എല്ലാം കൂട്ടിയിടും, കഴുകില്ല, വസ്ത്രങ്ങൾ ചുമ്മാ കൂട്ടി അവിടെ എടുത്തിട്ട് ഇവിടെ എടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഊരിയൊക്കെ ഇടും. എനിക്കത് കണ്ടേ കൂടാ, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഉടനെ അവളുടെ വീട്ടിലോട്ട് അങ്ങനെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. വീട്ടുകാരി എന്നെ വിളിച്ച് കുറെ വഴക്ക് പറഞ്ഞു. അവളുടെ അമ്മ വിളിച്ചു. അത് എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ പറയാൻ അവരെന്താ അധികാരം? അവർക്ക് ഒരു കാര്യവുമില്ല. ഞാൻ എന്ത് ചെയ്ത്, നീ നിന്റെ വീട്ടിൽ പോയിന്നില്ലേ എന്നും പറഞ്ഞ് ഞാൻ അവളെ പറഞ്ഞങ്ങ് വിട്ടു. എനിക്കങ്ങ് അത്ര ദേഷ്യം വന്നു ഡോക്ടറെ, എനിക്ക് അത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതെടുത്തത് പുള്ളിക്കാരൻ അങ്ങ് പറഞ്ഞു വിട്ടേ, നമുക്ക് ഇനി ഡിവോഴ്സ് ആകാം. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസേ ആയുള്ളൂ, അപ്പോഴത്തേക്ക് ഡിവോഴ്സ് ആകാം. അപ്പോഴാണ് പുള്ളിക്കാരനെ നോക്കിയപ്പോഴത്തേക്ക് ഷുഗർ അങ്ങ് ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. പുള്ളിക്കാരനെ റെസിസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത റൂബ്രിക് ഫസ്റ്റീഡിയസ് എസ്ട്രേഞ്ച്ഡ് ഫ്രം ഹിസ് ഫാമിലി ആസ് വെൽ ഭയങ്കര റിലീജിയസ് അഫക്ഷനാണ്. കയ്യിലെല്ലാം എന്താ ഇത് കെട്ടിയിരിക്കുന്നത്, നൂലൊക്കെ കെട്ടിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഈ നൂലൊക്കെ എന്താ? അത് എനിക്ക് ഭയങ്കര ഭക്തിയാണ് ഡോക്ടറെ, എന്റെ വീട്ടുകാരെല്ലാം ഭയങ്കര ഭക്തിയാ. അപ്പൊ എനിക്ക് അതൊക്കെ കെട്ടിയാലേ എനിക്കൊരു മനസ്സിനൊരു ശക്തി വരുവുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ ഇത്രയും ഞാൻ എടുത്ത് അപ്പൊ ഞാൻ ചോദിച്ചു തണുപ്പ് താങ്ങാനാണോ ചൂട് താങ്ങാനാണോ പാട്? എനിക്ക് തണുപ്പ് ഒട്ടും പറ്റൂല ഡോക്ടറെ. എനിക്ക് ഡോക്ടർ എന്നെ ഇവിടെ ഏറ്റിട്ടേക്ക്. ഡോക്ടർ ഇപ്പൊ പറയുന്നത് ഹോമിയോപ്പതിയാണ്. ഇപ്പൊ ഡോക്ടർ പറയുന്നത് ഫുൾ ഹോമിയോപ്പതി. അതെ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആ പേഷ്യന്റ് ക്യാരക്ടറാ എടുത്തത്. ഓക്കെ ഡോക്ടറെ. അപ്പൊ അത് മതി നമുക്കിപ്പം. അത് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു പ്രിവിലേജ് ഉള്ളൂ, ഹോമിയോപ്പതി. കൊടുത്തത് പേഷ്യന്റ് നോർമലി വന്നു. അത് ശരി തന്നെ. പക്ഷെ അവിടെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന സംഭവത്തിന്റെ ക്ലാസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നമ്മൾ കൃത്യമായിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ഹോമിയോപ്പതി മെഡിസിൻ കണ്ടെത്താൻ ഹോമിയോപ്പതി ഡോക്ടർക്ക് കഴിയും. പലപ്പോഴും ഇനി ഇത് റെപ്പർട്ടറൈസ് ചെയ്തില്ലെങ്കിൽ ഈ മെഡിസിൻ എത്തുമായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനെ കാണേണ്ടത് GSKയുടെ പെർസ്പെക്റ്റീവിലാണ് കാണേണ്ടത്. അയാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലത്തിനോടുള്ള അയാളുടെ റെസിസ്റ്റൻസും അതുപോലെ തന്നെ അയാൾ ഒരു റോങ് ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അയാൾക്കൊരു അഡ്രീനൽ കോർട്ടക്സിന്റെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ടായി, അതുകൊണ്ടാണ് ഷുഗർ കൂടിയത്. ഓക്കെ, നമുക്കിപ്പോൾ ആ കേസ് അവിടെ ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ 10 മണി കഴിഞ്ഞു. നമുക്കിനി അടുത്ത ആഴ്ച നമുക്ക് ഇതിനെപ്പറ്റി നിർത്താം. ധാരാളം കേസുകൾ ഇങ്ങനെയുണ്ട്, നമുക്ക് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പൊ ഡോക്ടർ അനിത, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ശരി സാറേ. Thank you, sir. Thank you for a wonderful session. Thank you all for good participation. Good night. Okay. Good night. നമുക്ക് ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ശരി. Thank you all.